അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡോണറ്റാണ് കേട്ടോ. ചോക്ലേറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മൾ കുട്ടികൾ സ്കൂളിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ചോക്ലേറ്റ് കഴിക്കാൻ വല്ലാണ്ട് പൂതിയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഡോണറ്റ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. മൈദ അളന്നെടുക്കൊന്നും വേണ്ട, കറക്റ്റായിട്ട് അങ്ങനെ അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് റഫായിട്ട് ഒരു 1.5 കപ്പ് മൈദ എടുക്കാം. പിന്നെ ഞാൻ 1/2 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചൂടുവെള്ളം ആയാലും മതി കേട്ടോ, ലൈറ്റ് ചൂടുള്ള വെള്ളമാണ് വേണ്ടത്, അതായാലും മതി. ഞാൻ ലൈറ്റ് ഒരു വാം മിൽക്കാണ്. അതിലേക്ക് ഒരു 1.25 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പൊങ്ങി വരില്ല. അപ്പോൾ ഈസ്റ്റ് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ ഏഞ്ചലിൻ്റെ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് 1 kg പാക്കറ്റേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. നിങ്ങൾ ഇതേപോലെ ഈസ്റ്റ് നമുക്ക് ചെറിയ ബോട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ഈസ്റ്റ് നോക്കി വാങ്ങിച്ചാൽ മതി. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഷുഗർ ഇട്ട് കൊടുത്തു, പഞ്ചസാര. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്നൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഞാനൊരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഞാനൊരു 10 എണ്ണം ഉണ്ടാക്കിയെടുക്കണം ഡൗ ആണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയെടുക്കണത്. നിങ്ങൾക്ക് ഇതിലേറെ വേണമെന്നുണ്ടെങ്കിൽ 1.5 എന്നുള്ളത് 3 ആക്കിയാൽ മതി. പിന്നെ ഞാൻ ആ കലക്കി വെച്ച മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ എൻ്റെ അടുത്ത് കട്ടായി പോയിട്ടുണ്ട്. ബട്ടർ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ നിന്ന്. എന്നിട്ട് ഞാൻ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂണ്. അല്ലെങ്കിൽ ഓയിലായാലും മതി, സൺഫ്ലവർ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾ കൈ കൊണ്ട് ഒരു 20 മിനിറ്റ് നന്നായിട്ട് നീഡ് ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡവായി കിട്ടും. അതിൻ്റെ ശേഷം ഞാനൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ മാവ് ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവിനെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കട്ടിയിൽ പരത്തിയെടുക്കണം കേട്ടോ. ഒരു 2 ഇഞ്ച് കനത്തിൽ മാവിനെ പരത്തിയെടുക്കണം. ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടി മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്. നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. കറക്റ്റ് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ കുഴച്ച് വരുമ്പോൾ ചിലപ്പോൾ 1/2 കപ്പ് മിൽക്ക് കറക്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ചിലപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടി ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ അത് മാവിൻ്റെ പരുവം നോക്കിയിട്ട് ചപ്പാത്തിനേക്കാളും ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ വേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് 1/2 കപ്പ് പാം മിൽക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണെങ്കിൽ അത്, അല്ലെങ്കിൽ മിൽക്കാണെങ്കിൽ അത്. പിന്നെ ഇത് ഡോണറ്റിൻ്റെ കട്ടറാണ് കേട്ടോ. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു മൂടിയുടെ കുറച്ച് വലുപ്പത്തിലുള്ള ഒരു മൂടി എടുക്കുക. പിന്നെ ഒരു കുപ്പിൻ്റെ മൂടി എടുത്താൽ മതി. അപ്പോൾ രണ്ടും ഒരേ ഷേപ്പായിട്ട് കിട്ടും. നടുക്കൽ വെച്ചിട്ട് കുപ്പിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പായിട്ട് കിട്ടും. ഞാൻ എൻ്റെ അടുത്ത് കട്ടറുള്ളതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ വേണമെന്നില്ല. നമുക്കിത് 6 എണ്ണം നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നതാണ് കേട്ടോ. കേക്കിൻ്റെ കൂടെ 6 ഡോണറ്റും കപ്പ് കേക്കൊക്കെ കേക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ 6 ഡോണറ്റ് അവർക്ക് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ അതാണ് കാണിക്കുന്നത്. കയ്യുമ്മൽ കളറുണ്ട്. നമ്മൾ കേക്കിൻ്റെ വർക്കൊക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, കയ്യുമ്മൽ കളറൊക്കെ ആയി വരും. എത്ര കഴുകിയാലും ചിലപ്പോൾ പോവില്ല. ഒരു 12 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ഡോ കൊണ്ട്. നല്ല വലിയ ഡോണറ്റ് ആണെങ്കിൽ ഒരു 8 to 10 നമുക്ക് കിട്ടുക. ഞാൻ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുഴച്ചതിൻ്റെ ശേഷം ഒരു 1/2 മണിക്കൂർ പൊങ്ങാൻ വെച്ചാൽ മതി. അപ്പോഴേക്കും അത് ഡബിൾ സൈസായിട്ട് വരും. നല്ല ചൂടായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ വെക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിനെയും ഒരു 10-20 മിനിറ്റ് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ വീണ്ടും അതിനെ പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും തോന്നുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് കനത്തിലാണ് ഞാൻ ഓരോ ഡോണറ്റിന് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനതിനെ കട്ട് ചെയ്തെടുത്തത്.
ഞാൻ എപ്പോഴും ഒരു ന്യൂസ് പേപ്പർ താഴെ വിരിക്കണത് പൊടിയൊക്കെ കൗണ്ടർ ടോപ്പിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലോത്ത് ആണെങ്കിലും നമുക്കത് വാഷ് ചെയ്യണം, ന്യൂസ് പേപ്പർ ആണെങ്കിൽ പിന്നെ പെട്ടെന്നുണ്ടല്ലോ കളയാൻ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു മീഡിയം ചൂടായാൽ മതി, നല്ല ചൂടാവേണ്ട. നല്ല ചൂടായാലും ഡോണറ്റിൻ്റെ കളറ് മാറിപ്പോവും. ഒരു മീഡിയം ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഡോണറ്റ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ഒന്നിട്ട് നോക്കിയതാണ്, പിന്നെ ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. കുറേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ എണ്ണ മേലേക്ക് തൂവി കൊടുക്കുന്നത്. കുറേ എണ്ണ ഒഴിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് പിന്നെ വീണ്ടും ഈ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാനൊക്കെ ഇവിടെ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത ഓയിൽ കഴിയുന്നതും രണ്ടാമത് യൂസ് ചെയ്യലില്ല. അപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഓയിൽ എടുക്കലുള്ളൂ. ഇന്ന് തന്നെ എനിക്കൊരു കുഴിയപ്പം ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഈ ഓയിൽ കുഴിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഓയിൽ പിന്നെ കളയലാണ്. കുറേ ഓയിൽ ഒഴിച്ച് നമ്മൾ എന്താ പറയുക, വേസ്റ്റ് ആക്കണ്ടല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ. പിന്നെ അതിനകത്തുള്ള ഓർഡറും ഇല്ല, 10 എണ്ണയല്ലേ ആകെ, ഇതുകൊണ്ട് 10 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് 6 എണ്ണേ സെയിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എണ്ണ അങ്ങനെ തൂവി കൊടുക്കുന്നത്. നമുക്ക് കുറേ എണ്ണ ഒഴിച്ചാൽ അതിൻ്റെ ആവശ്യം വരില്ല. ഞാൻ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷമാണ്, ഒരു 10 to 20 മിനിറ്റ് വീണ്ടും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് ഞാനൊരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടൊന്ന് മൂടിയിട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു മൂടി വെച്ചാലും മതി. അങ്ങനെ ഞാനിതിനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ പൊടിച്ചിട്ട് അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 150 ഗ്രാം ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 20 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളം ഒന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല തിളച്ച വെള്ളമല്ല, അങ്ങനെ ഒരു ആവി വരുന്ന പരിവാകുന്ന സമയത്ത് ഞാൻ വെള്ളത്തിന് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ ബൗളിന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി, നന്നായിട്ട് മെൽറ്റായി വരും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും, ഒന്ന് നല്ല ക്ലീനായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂണ് വാനില എസൻസ് ഒക്കെ ഒഴിച്ചു കൊടുക്കുക ഈ ചോക്ലേറ്റിലേക്ക്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഷുഗർ നന്നായി പൊടിച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കുക. ചൂടോടെ ഡിപ്പ് ചെയ്യണം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും, ചോക്ലേറ്റിൻ്റെ ബൗളിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഇതില്ലാതെയാണ് നമ്മൾ ചോക്ലേറ്റിനെ മെൽറ്റാക്കി എടുക്കേണ്ടത്. നല്ല ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിലും ചോക്ലേറ്റിന് വെച്ച് കൊടുത്താൽ ചോക്ലേറ്റ് പിരിഞ്ഞു പോകും. ഒരു മീഡിയം സൈസ് ചൂടേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 1.5 ടീസ്പൂണാണ് ഷുഗർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഒരു ഗ്രെയിൻ പരുവാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കിതിൽ ഡിപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല ചൂട് വേണ്ട, തിളച്ച വെള്ളം വേണ്ട, എന്നാൽ ഒന്ന് ചൂട് വിടും വേണം. അങ്ങനെ ഒരു മീഡിയം സൈസ് ചൂടുള്ള 2 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ചൂടുള്ള വെള്ളം കേട്ടോ. നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കണമല്ലോ, അപ്പോൾ ആ പരുവത്തിനേക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഷുഗർ പൗഡർ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോക്ലേറ്റിൽ തന്നെ മുക്കിയെടുക്കാം. ഞാൻ നമ്മൾ ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് 2 ടേബിൾ സ്പൂണ് 1.5 ടീസ്പൂണ് ഷുഗർ ഇട്ട് കൊടുത്തത്, ഷുഗർ പൗഡർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം കണ്ടോ, നല്ല എന്താ പറയുക, നല്ല ഗ്ലേസ് ഉള്ള ഒരു ഷുഗർ മെൽറ്റായി വന്നിട്ടുണ്ട്. ബട്ടറൊക്കെ ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ അങ്ങനെ ഗ്ലേസ് വന്നിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാനിതിനെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഡോണറ്റിനെ ഞാൻ പറഞ്ഞല്ലോ, ചോക്ലേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ പൗഡർ പൊടിച്ചിട്ട് ചൂടോട് കൂടി ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി, അങ്ങനെയും നമുക്ക് കഴിക്കാം. അതല്ലാതെ ഒന്നും ഇല്ലാണ്ടേ നമുക്ക് കഴിക്കാം. പെട്ടെന്നുണ്ട് കേട്ടോ. നമുക്കിത് റെസ്റ്റ് ചെയ്യുന്ന സമയം മാത്രമേ വരുന്നുള്ളൂ. കുഴക്കാനൊരു 20 മിനിറ്റും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ചോക്ലേറ്റ് വേണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. പിന്നെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ അവർക്ക് കൊടുക്കാനുള്ള 6 എണ്ണം മാത്രമേ ഡിപ്പ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടില്ല. 6 എണ്ണം മാത്രം ഡിപ്പ് ചെയ്തിട്ട് ഞാൻ പിന്നെ അവർക്കുള്ളതിൽ ഞാൻ ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ വീട്ടിലാരും വല്ലാണ്ട് മധുരമൊന്നും കഴിക്കലില്ല. പിന്നെ ഞാനൊക്കെ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അതുകൊണ്ട് പിന്നെ ചോക്ലേറ്റിലൊന്നും ഡിപ്പ് ചെയ്തിട്ടില്ല. ബാക്കിയുള്ളത് അങ്ങനെ അവിടെ എടുത്തു വെച്ചു.
കുട്ടികളൊക്കെ ഉണ്ടെങ്കിലാണല്ലോ ചോക്ലേറ്റിനോട് വലിയ ഇഷ്ടം. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊന്നും ഞാൻ ഡിപ്പ് ചെയ്തിട്ടില്ല. ഇത് പിന്നെ നമുക്ക് സെയിൽ ചെയ്യാനുള്ളതാണ് കേക്കിൻ്റെ കൂടെ. അപ്പോൾ 6 ഞാൻ പിന്നെ പാക്കാക്കുകയാണ് കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രക്കുള്ള വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമുക്കിതിൻ്റെ കൂടെ ഒരു കേക്കും 4 കപ്പ് കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 1 kg കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 4 കപ്പ് കേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് സെയിൽ ചെയ്തു.